Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to lectures by Dr. SG. In today's lecture, we are going to discuss about one of the interesting topic in physics, that is nuclear transformations. Actually, this topic is meant for graduate level students, and I have most of the discussions were based on the textbooks, that is Concept of Modern Physics by Arthur Weser. അപ്പൊ ഇതാണ് നിങ്ങളുടെ ന്യൂക്ലിയർ പഠിക്കാനും, ന്യൂക്ലിയർ എന്നല്ല, ഒരു UG PG ലെവലില് സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ സ്റ്റുഡൻസിനല്ല, ആർക്കും ഫിസിക്സ് ഇഷ്ടപ്പെടുന്ന ആർക്കും വായിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു ടെക്സ്റ്റാണ് കൺസെപ്റ്റ് ഓഫ് മോഡേൺ ഫിസിക്സ് ബൈ ആർതർ ബേസർ. അപ്പൊ ആ ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ് പോകുന്നത്. സോ വാട്ട് ഈസ് റേഡിയോ ആക്ടിവിറ്റി? Radioactivity is the emission of radiations by an unstable nuclei. അപ്പം അതായത് നമുക്കൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കണ്ടമാനം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എനർജി, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം, ആ എനർജി എങ്ങനെയും നമുക്ക് ലിബറേറ്റ് ചെയ്യണം അല്ലേ. ഭയങ്കര സഫക്കേഷനാണ് നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിച്ച് ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ. നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓടിയോ ചാടിയോ അതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ആ എനർജിനെ ലിബറേറ്റ് ചെയ്യണം. സോ അതേപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസിനും ഒരുപാട് എനർജി ഉണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അവർക്ക് ആ എനർജിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് കളയണം. അപ്പൊ ആ എനർജി പുറത്തേക്ക് തള്ളാൻ വേണ്ടി ന്യൂക്ലിയസ് കണ്ടുപിടിച്ചേക്കുന്ന ഒരു ഫിനോമിനൻ ആണ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് റേഡിയോ ആക്ടിവിറ്റി. So radioactivity is the emission of radiations from the nuclei. അപ്പൊ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി അത് നമ്മുടെ നേച്ചറിലുള്ള സാധനം തന്നെയായിരുന്നു, പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പണ്ട് കാലത്ത് ഹെൻറി ബെക്ക്വെൽ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം യുറേനിയം ക്രിസ്റ്റൽസ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലൊക്കെ പിടിച്ചിട്ട് സൺലൈറ്റിൽ കൊണ്ടുവച്ചു. സൺലൈറ്റിലെ റേഡിയേഷൻസ് ഉണ്ടല്ലേ, അപ്പൊ ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് റേഡിയേഷൻസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ അതിന്റെ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഹെൻറി ബെക്ക്വെൽ സൺലൈറ്റിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നു കുറച്ചു നേരം. പക്ഷെ അദ്ദേഹത്തിന് യാതൊന്നും കാണാൻ പറ്റിയില്ല. എന്നിട്ട് അദ്ദേഹം ആ യുറേനിയം ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പൊതിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്രോയിൽ വെച്ചു. സോ ഡ്രോയിൽ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്നാൽ ഇനി ഒന്ന് എടുത്ത് നോക്കിയേക്കാന്ന് വിചാരിച്ചു അദ്ദേഹം അത് എടുത്ത് നോക്കിയപ്പോൾ ആ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ സം ഫോഗി ഇമേജസ്, അതായത് യുറേനിയം ക്രിസ്റ്റലിലെ ചില എന്താ പറയാ ഔട്ട്ലൈൻസ് ഒക്കെ അദ്ദേഹം അതിനകത്ത് കണ്ടു. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇവിടെ ഞാൻ ഡ്രോയ്ക്കകത്ത് വെച്ചത് സൺലൈറ്റ് ഒന്നും തന്നെ ഇല്ല, ഡാർക്ക് റീജിയൻ ആണ്, പിന്നെ എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ ഇങ്ങനെ ഒരു ഫോഗി അപ്പിയറൻസ് വന്നതെന്ന് അദ്ദേഹം തിങ്ക് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ യുറേനിയം ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എന്തോ സം പവർഫുൾ റേഡിയേഷൻസിനെ ഇത് എമിറ്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആക്സിഡന്റലി ആണ് 1896 നമ്മുടെ ഹെൻറി ബെക്ക്വെൽ റേഡിയോ ആക്ടിവിറ്റി ഡിസ്കവർ ചെയ്തത്. അപ്പൊ ഈ നമ്മുടെ ഈ ന്യൂക്ലിയസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയ എന്ന് പറയും, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഡിസ്കവർ ചെയ്ത ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഫർദർ ഒരുപാട് സ്റ്റഡി നടന്നു, ഞാനതൊന്നും ഇവിടെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ നേച്ചർ സംഭവിക്കുന്ന കാര്യമാണ്. ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മളെ മാൻമെയ്ഡ് ആയിട്ട് നമ്മളെ ഇൻഡ്യൂസ് ചെയ്യുന്ന റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പൊ മെഡിക്കൽ കേസുകളൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഉണ്ട്. ഇതില് നമ്മുടെ ന്യൂക്ലിയസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ആ ന്യൂക്ലിയയ്ക്ക് പറയുന്ന പേരാണ് പേരന്റ് ന്യൂക്ലിയ. ഓക്കെ, അതാണല്ലോ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ പേരന്റ് ന്യൂക്ലിയ എന്ന് പറയും. ആ പേരന്റ് ന്യൂക്ലിയ കഴിഞ്ഞിട്ട് അത് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്ത് വേറൊരു ന്യൂക്ലിയ ആയിട്ട് മാറും. അതിനെ നമ്മൾ ഡോട്ടർ ന്യൂക്ലിയ എന്ന് പറയും. ഇനി ആ ഡോട്ടർ ന്യൂക്ലിയ ചിലപ്പം സ്റ്റേബിൾ ആയിരിക്കും, അതിന് അത്ര എനർജി മതി, ഓക്കെ ഇനഫ് സ്റ്റേബിൾ ആയിട്ട് അർഷാൻ നിൽക്കും. ചില സമയത്ത് അത് സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, അത് വീണ്ടും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അങ്ങനെ അത് അടുത്ത പ്രോഡക്റ്റിനെ ഉണ്ടാക്കും. അതിനെ നമ്മൾ ഗ്രാൻഡ് ഡോട്ടർ എന്ന് വിളിക്കും. മനസ്സിലായോ? സാധാരണ നമ്മുടെ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട് പേരന്റ്, ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ, അങ്ങനെ ആ സൈക്കിൾ അങ്ങോട്ട് പോകും. അതായത് നമ്മുടെ പേരന്റ് ന്യൂക്ലിയ സ്റ്റേബിൾ ആകുന്നത് വരെ അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
അപ്പം കാര്യം മനസ്സിലായി, റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, റേഡിയേഷൻസ് ഉണ്ടെന്നൊക്കെ മനസ്സിലായി. ഇനി എന്താണ്, എന്തൊക്കെ ടൈപ്പ് റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ തുടങ്ങിയ സയന്റിസ്റ്റ്മാര്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെ പറ്റി ആദ്യമായി സ്റ്റഡി ചെയ്തതും അതിനെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഫോമാറ്റ് ചെയ്തതും റുദർഫോർഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ലെഡ് ആണ്, ഈ വൈറ്റ് കളറിൽ ലെഡ് ഒരു ബോക്സ് ആണ് കാണിച്ചേക്കുന്നത്. അതിനകത്ത് ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ വെച്ചിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് റേഡിയേഷൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്തു. ആ എമിറ്റ് ചെയ്ത ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ വെച്ചേക്കുന്നത്. അതായത് ഈ യെല്ലോ ക്രോസ് കാണിച്ചേക്കുന്നത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് വിച്ച് ഈസ് ഇൻ ടു ദിസ് പേപ്പർ, ഇങ്ങോട്ടാണ്, ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ ആ ഡയറക്ഷൻ കാണിക്കാനാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ക്രോസ് വന്നേക്കുന്നത്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്രോസും ഡോട്ടും വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ക്രോസും ഡോട്ടും കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, എന്റെ ഈശ്വര ഇതിൽ ഏതാണ് ഇൻ ടു ദ പേപ്പർ, ഏതാണ് ഔട്ട് ഓഫ് ദ പേപ്പർ എന്ന്. അത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ട്രെയിൻ പോകുന്ന നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിന്റെ ബാക്കിൽ നമ്മൾ കാണുന്ന എന്താണ്, ഇൻഡു സൈൻ അല്ലേ കാണുന്നത്. അതായത് ട്രെയിൻ നമ്മുടെ അടുക്കൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്, ഇൻഡു സൈൻ. അതായത് നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ അടുക്കൽ നിന്ന് ആ ഒരു ഡയറക്ഷനിലേക്ക്, ബോർഡിന്റെ ഡയറക്ഷനിലേക്കാണ് പോകുവാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇൻ ടു ദ ബോർഡ് ഓർ ഇൻ ടു ദ പേപ്പർ. അപ്പൊ നമ്മൾ ക്രോസ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ ബോർഡ് ഓർ ഇൻ ടു ദ പേപ്പർ എന്ന്. ഓക്കെ, ഇനി അതിന് പകരം നിങ്ങൾ ഡോട്ടാണ് കാണുന്നതെങ്കിൽ, ദൂരെ നിന്നൊരു ട്രെയിൻ വരുന്ന കണ്ടാൽ നമുക്കൊരു പൊട്ട് പോലെയല്ലേ തോന്നുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പേപ്പർ. അങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫിസിക്സിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. സോ ഇവിടെ ഈ ഒരു അറേഞ്ച്മെന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ പേപ്പർ. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ് നമ്മുടെ ഈ ഒരു ഐസോടോപ്പ്, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഒരു റേഡിയേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു, വേറൊരെണ്ണം റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു, വേറൊരെണ്ണം ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ നേരെ പോയി. 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഈ സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത ഇത് ആൽഫ റേസ് എന്നും, ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തത് ബീറ്റ റേസ് എന്നും, അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോയതിനെ ഗാമ റേസ് എന്നും പേര് കൊടുത്തു. സോ എന്താണ് ഇപ്പൊ ആൽഫ റേസ്, ഇതെന്താണ് ഇങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ആണ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അത് ഡിഫ്ലക്ട് ചെയ്യും. അക്കോർഡിംഗ് ടു ലോറൻസ് ഫോഴ്സ് ലോ, F is equal to Q into V cross B എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ വന്നാൽ അത് റൈറ്റ് ഹാൻഡ് റൂളും ലോറൻസ് ഫോഴ്സിനും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഡിപ്പെൻഡൻസ് അനുസരിച്ച് അത് എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. സോ ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യുന്ന അതേ പാത്തിലാണ് ഈ ആൽഫ റേസ് ഡിഫ്ലക്ട് ചെയ്തത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി ആൽഫ റേസ് ഇസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അതേപോലെ ഒരു നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യുന്ന പാത്തിലേക്കാണ് നമ്മുടെ ബീറ്റ റേസ് പോയത്. സോ ദേ കൺക്ലൂഡ് ദാറ്റ് ആൽഫ റേസ് ആർ പോസിറ്റീവ്ലി ചാർജ്, ബീറ്റ റേസ് ആർ നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ഗാമ റേസ് ആർ ന്യൂട്രൽ. ഒരു ചാർജും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഡിഫ്ലക്ട് ചെയ്യാതെ നേരെ പോയതെന്ന് സയന്റിസ്റ്റ്മാർക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഇനിഷ്യൽ സ്റ്റേജിൽ 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ്, ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസ് ആണ് എമിറ്റ് ചെയ്യുന്നതെന്നുള്ളത് സയന്റിസ്റ്റ്മാര് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ആൽഫ റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ആണ്, വിച്ച് ഇസ് ഇക്വലന്റ് ടു ഹീലിയം ന്യൂക്ലിയസ്. ഒരു ഹീലിയം ന്യൂക്ലിയസിന് ഇക്വലന്റ് ആയിട്ടാണ് ആൽഫ പാർട്ടിക്കിളെ ചാർജ് വരുന്നതെന്ന് മനസ്സിലായി. ഇത് ഞാൻ ഫർദർ ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതേപോലെ ബീറ്റ റേസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ചാർജിന് ഇക്വലന്റ് ആണെന്ന് മനസ്സിലായി, ഇലക്ട്രോൺ എമിഷൻ ഇക്വലന്റ് ആണെന്ന് മനസ്സിലായി. അതേപോലെ ഗാമ എന്ന് പറയുന്നത് ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണെന്നും സയന്റിസ്റ്റ്മാർക്ക് മനസ്സിലായി. ഓക്കെ, ഇനി
ഇനി അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ആൽഫ ബീറ്റ ഗാമ റേസ് ഒക്കെ ഉണ്ടായി, ഇനിയിപ്പോ ഇതിന്റെ പെനിട്രേറ്റിംഗ് പവർ എങ്ങനെയാണ്, ഈ റേസിനെ ഏതെങ്കിലും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കി. നോക്കിയപ്പോ ഈ ആൽഫ റേസ് എന്ന് പറയുന്നത് ഒരു കാർഡ്ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടി അത് പെനിട്രേറ്റ് ചെയ്ത് പോകത്തില്ല, അവിടെ കൊണ്ട് അത് സ്റ്റോപ്പ് ആവും. പക്ഷേ ബീറ്റ ഗാമ റേസ് ഈ കാർഡ്ബോർഡിനെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തു വരും. അതേസമയം ഒരു അലൂമിനിയം ഷീറ്റ് വെക്കാമെങ്കിൽ ആ അലൂമിനിയം ഷീറ്റിന് ഈ ബീറ്റ റേസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ബട്ട് ദ ഗാമ റേസ് വിൽ പെനിട്രേറ്റ് ത്രൂ ദാറ്റ് അലൂമിനിയം ഷീറ്റ് ആൻഡ് ഇറ്റ് വിൽ ഓൾസോ പെനിട്രേറ്റ് ദിസ് ലെഡ്. കണ്ടോ? അപ്പൊ ലെഡ് എന്ന് പറയുന്നത് ഹൈലി സ്ട്രോങ് ആണ്, പക്ഷേ അതിനെ പോലും പിയേഴ്സ് ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി എന്തിനുണ്ട്? ഗാമ റേസിനുണ്ട്. സോ ഗാമ റേസ് ആർ ഹൈലി എനർജറ്റിക് പാർട്ടിക്കിൾസ്. എന്തിനേയും ഇടിച്ചു മാറ്റി കടന്നിങ്ങോട്ട് പോകും നമ്മുടെ ഗാമ റേസ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ പെനിട്രേറ്റിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരികയാണ്. അതായത് ഇപ്പൊ ഇവിടെ ഞാൻ ആൽഫ ബീറ്റ ഗാമ ഡീക്കേസ് ആണുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ അത് കൂടാതെ ഫർദർ സയന്റിസ്റ്റ്മാര് ഇലക്ട്രോൺ ക്യാപ്ചറും പോസിട്രോൺ എമീഷനും ഈ ന്യൂക്ലിയസിനകത്ത് നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഫൈനലി അവർ കൺക്ലൂഡ് ചെയ്ത കാര്യം മെയിൻലി there are 5 types of radioactive decay series. First one alpha, second one beta, third one gamma, fourth one electron capture and fifth one positron emission. അപ്പൊ ഇതൊരു ടേബിൾ ആണ്. ഈ ഒരു ടേബിൾ ഞാൻ ആർതർ ബേസറിന്റെ ടെക്സ്റ്റിലെ അതേപോലെ തന്നെ നോക്കി മനസ്സിലാക്കി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ആണ്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, എങ്കിലേ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഇനി അങ്ങോട്ടുള്ള ഈ ടോപ്പിക്കിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റത്തുള്ളൂ. സോ ഇവിടെ നോക്കിക്കോ, ഈ ആൽഫ റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഹീലിയം ന്യൂക്ലിയസിനോട് ഇക്വലന്റ് ആണ്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് He24 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പറും 4 എന്ന് പറയുന്നത് മാസ് നമ്പറും ആണ്. എന്താണ് അറ്റോമിക് നമ്പർ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം. രണ്ടും ഈക്വൽ ആണ് അല്ലെ? അതിനാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കില്ലേ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം. ഹീലിയം എത്രാമതാ വരുന്നത്? രണ്ടാമത്, അതായത് He2 എന്ന് പറയും. ഇനിയും മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണിന്റെ എണ്ണം. അപ്പൊ നമ്മുടെ ഹീലിയം ന്യൂക്ലിയസിനകത്തുള്ളത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ആണുള്ളത്. സോ മാസ് നമ്പർ ഇസ് 4 ആൻഡ് അറ്റോമിക് നമ്പർ ഇസ് 2. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോണേ. അപ്പൊ ഇവിടെ നമ്മുടെ ഹീലിയം ന്യൂക്ലിയസ് ഇപ്പൊ ഏതെങ്കിലും ഒരു പേരന്റ് എലമെന്റ്, ഒരു എലമെന്റ്, ആ എലമെന്റിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് XZA എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഹീലിയം എക്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. എ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. അപ്പൊ അങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂക്ലിയസ്, അതിന് ഇച്ചിരി എനർജി കളഞ്ഞേ പറ്റത്തുള്ളൂ. സോ അതിന് ഹീലിയം ന്യൂക്ലിയസിനെ അത് എമിറ്റ് ചെയ്തു. അതായത് അതൊരു ഹീലിയം ന്യൂക്ലിയസിനെ എമിറ്റ് ചെയ്തു, ആൽഫ പാർട്ടിക്കിളിനെ അത് എമിറ്റ് ചെയ്തു. അപ്പൊ എമിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതിന്റെ ന്യൂക്ലിയസിനകത്തുനിന്നാണല്ലോ ഈ സാധനം പോകുന്നത്. അപ്പൊ ഇവിടെ ന്യൂക്ലിയസിനകത്ത് ഞാനിപ്പോ ഒരു എലമെന്റ് എടുത്ത എക്സ് എന്ന് പറഞ്ഞ ആ എലമെന്റിനകത്ത് 10 പ്രോട്ടോൺസ് ഉണ്ടെന്ന് വെച്ചോ. 10 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പം ഇവിടെ ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് 2 എണ്ണം ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യും? കുറയും അല്ലെ? പ്രോട്ടോൺ 2 എണ്ണം അങ്ങ് കുറയും. ഒപ്പം മാസ് നമ്പർ 4 കുറയും. മാസ് നമ്പർ 4 കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രോട്ടോണും കുറയും, 2 ന്യൂട്രോണും അങ്ങ് പോകും. മനസ്സിലായോ? അപ്പൊ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും പോയാൽ ടോട്ടൽ 4 ആകും. 4 മാസ് നമ്പർ നമുക്ക് കിട്ടും. മനസ്സിലാക്കണേ, ഇത് ഇതിന്റെ ബേസ് ആണ്. ഇത് മനസ്സിലാക്കി പോണം. അപ്പൊ നമ്മുടെ ഈ ഒരു എലമെന്റ് നമ്മൾ എടുത്ത പേരന്റ് എലമെന്റിനകത്തുനിന്ന് 2 ന്യൂട്രോൺ പോവുക, 2 പ്രോട്ടോൺ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അറ്റോമിക് നമ്പർ എത്ര കുറയും? 2 കുറയും. Z-2 ആകും അല്ലെ? മാസ് നമ്പർ എത്ര കുറയും? 4 എണ്ണ പോയത്. സോ മാസ് നമ്പർ 4 കുറയും. മനസ്സിലായോ?
അപ്പോൾ അങ്ങനെ വരുമ്പം അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലമെന്റേ മാറി, അതാണ് അതിനർത്ഥം അല്ലേ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ആണ് അറ്റോമിക് നമ്പർ. ഹീലിയം വരുമ്പോഴത്തേക്കും 2 ആകും. അതായത് 1 നിന്ന് 2 എലമെന്റ് മാറി. അപ്പൊ ഇവിടെ നമുക്ക് ഒരിക്കലും എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല, പകരം അത് വേറൊരു എലമെന്റ് ആയിരിക്കും. വൈ എന്നോ ഇസഡ് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ യൂഷ്വലി ടെക്സ്റ്റിലൊക്കെ വൈ ഞാൻ അത് എടുത്തേ ഉള്ളൂ കേട്ടോ. സോ in alpha decay, the XZA element changes to YZ minus 2 A minus 4 plus He24. കണ്ടോ? അപ്പൊ ഈ ഹീലിയം അതിനകത്തുനിന്ന് അങ്ങ് പുറത്തു പോകുന്നു. എന്തുകൊണ്ടാണ് എല്ലാ എലമെന്റിനകത്തും അപ്പോ ഈ ആൽഫ ഡികെ നടക്കൂ? ഇല്ല, അതിന്റെ സൈസ് വളരെ കൂടുതലായ അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സിലാണ് അല്ലെ ന്യൂക്ലിയക്കകത്താണ് ഈ ആൽഫ ഡികെ നടക്കുന്നത്. അതായത് അറ്റോമിക് നമ്പർ 200 മേലെയൊക്കെ പോകുന്ന എലമെന്റ്സിലാണ് കൂടുതലും ആൽഫ ഡികെ നടക്കുന്നത്. സൈസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് നോക്കിക്കോ, ബീറ്റ ഡികെ. ബീറ്റ ഡികെ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോണിനെയാണ് എമിറ്റ് ചെയ്യുന്നുള്ളത്. സോ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിക്കുക? ന്യൂക്ലിയസിനകത്തുനിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂക്ലിയസിനകത്തുനിന്ന് ഇലക്ട്രോൺ ഉണ്ടോ? ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ ഉള്ളത്. അപ്പൊ പിന്നെ ഇലക്ട്രോൺ എവിടുന്നാ വരുന്നത്? ആക്ച്വലി ഈ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോണും പ്രോട്ടോണിനകത്ത് ഈ ഈ ഒരു ബീറ്റാ ഡികെ നടക്കുന്ന ആർക്കാന്നറിയാമോ? ന്യൂക്ലിയർ ഹാവിങ് ഗ്രേറ്റർ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. കുറെ ന്യൂട്രോൺസ് ഉണ്ട്. എന്നാൽ ഇതിൽ ഒരെണ്ണത്തെ അങ്ങ് പുറത്തു അടിക്കാം. നമ്മുടെ ന്യൂക്ലിയസ് വിചാരിക്കുമ്പം ആ ന്യൂട്രോണിനെ അത് എമിറ്റ് ചെയ്യും. ന്യൂട്രോണിനെ എമിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യല്ല, ന്യൂട്രോണിനെ അത് മാറ്റും. അതായത് ന്യൂട്രോൺ അവിടെ എന്തായി മാറും? പ്രോട്ടോൺ ആയിട്ട് മാറും. എന്നിട്ട് അവിടെ ഒരു ഇലക്ട്രോൺ വരും. ഇലക്ട്രോൺ ഒരു പ്രാവശ്യം ന്യൂക്ലിയസിനകത്ത് നിർത്തത്തില്ല. നീ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ന്യൂക്ലിയസിനകത്തുനിന്ന് പുറത്ത് കളയും. അതായത് ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, ചാർജ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇലക്ട്രോൺ ആണ് പുറത്തോട്ട് പോകേണ്ടുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടാകും. കാരണം പോസിറ്റീവ് നെഗറ്റീവ് കമ്പൈൻ ചെയ്ത് ന്യൂട്രൽ. നമ്മുടെ ചാർജ് ഒക്കെ നമ്മൾ കൺസേർവ് ചെയ്യണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കേസിൽ ന്യൂട്രോൺ ചേഞ്ചസ് ഇൻ ടു എ പ്രോട്ടോൺ ആൻഡ് ദ ഇലക്ട്രോൺ ഈസ് എമിറ്റഡ് ഔട്ട് ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തുനിന്ന് ഇലക്ട്രോൺ അങ്ങ് പുറത്തേക്ക് പോകും. സോ ഇലക്ട്രോൺ പോകുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പൊ ഇവിടെ നോക്കിക്കോ നിങ്ങള്. ഞാൻ നേരത്തെ എടുത്ത പോലെ ഞാനൊരു ന്യൂക്ലിയസ് എടുത്തു. അതിനകത്ത് 10 പ്രോട്ടോണും 15 ന്യൂട്രോണും ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ന്യൂട്രോൺ അങ്ങ് മാറുവാണ്. ന്യൂട്രോൺ എണ്ണം എത്ര ആയി മാറി? ഒരു ഇലക്ട്രോണിനെയാണ് അത് എമിറ്റ് ചെയ്തു പുറത്തേക്ക്. ഒരു ഇലക്ട്രോണിനെ അത് എമിറ്റ് ചെയ്തു. സോ ഇവിടെ ഔട്ടർ ഷെല്ല് ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഔട്ടർ ഷെല്ലില് ഇലക്ട്രോണിന്റെ എണ്ണം ഒരെണ്ണം കൂടി. 10 പ്രോട്ടോൺ ആണെങ്കിൽ ഇവിടെ 10 ഇലക്ട്രോൺ ആയിരുന്നു ഉള്ളത്. പക്ഷേ ഒരെണ്ണത്തെ ഇജക്ട് ചെയ്തപ്പം ഇവിടെ എത്ര ഇലക്ട്രോൺ ആയി? 11 ഇലക്ട്രോൺ ആയി അല്ലേ. ഇനി നമ്മുടെ ന്യൂട്രോൺ എന്തായി മാറിയത്? പ്രോട്ടോണും ഇലക്ട്രോണും ആയിട്ടാ മാറിയത്. സോ ഇവിടെ 10ന്റെ സ്ഥാനത്ത് 11 പ്രോട്ടോൺ വരും. ഈ 15 ന്യൂട്രോൺ എന്ന് പറഞ്ഞ് കണ്ടിടത്ത് എന്ത് വരും? 14 ന്യൂട്രോൺ. ഒരെണ്ണം അങ്ങ് കുറഞ്ഞു. ഇതല്ലേ സംഭവിച്ചത്? കാര്യം മനസ്സിലായോ? ന്യൂട്രോൺ ചേഞ്ചസ് ടു എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അറ്റോമിക് നമ്പർ എന്ത് സംഭവിച്ചു? 1 കൂടി ഇല്ലേ? അറ്റോമിക് നമ്പർ 1 കൂടി. പക്ഷെ മാസ് നമ്പർ സെയിമാ. നേരത്തെ എത്രയായിരുന്നു? 10 പ്രോട്ടോണും 15 ന്യൂട്രോണും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മൊത്തം 25 ആയിരുന്നു അതിന്റെ മാസ് നമ്പർ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, 11 പ്ലസ് 14 എത്രയാണ്? 25. കണ്ട, മാസ് നമ്പർ റിമൈൻസ് ദ സെയിം ബട്ട് അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. അപ്പൊ നമുക്ക് ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ എങ്ങനെ എഴുതും? ഒരു ഇലക്ട്രോണിനെ ആണ് അത് എമിറ്റ് ചെയ്തത്. സോ നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 കൂടി, മാസ് നമ്പർ റിമൈൻസ് ദ സെയിം. സോ അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ആ എലമെന്റ് അവിടെ മാറി. എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം മനസ്സിലായോ? ദിസ് ഇസ് ബീറ്റ എമിഷൻ വെയർ എ ന്യൂട്രോൺ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു എ പ്രോട്ടോൺ and the electron is ejected out from the nucleus.
അപ്പൊ അത് ഏത് കേസിലാണ് സംഭവിക്കുന്നത്? ഫോർ ന്യൂക്ലിയൈ ഹാവിംഗ് ഗ്രേറ്റർ നമ്പർ ഓഫ് ന്യൂട്രോൺസ് വെൻ കമ്പയർഡ് ടു പ്രോട്ടോൺസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാമ റേഡിയേഷൻ എങ്ങനെയാണ് എമിറ്റ് ചെയ്യുക. ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിലെ 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഒന്നിനും പുറന്തള്ളാൻ മേല. ന്യൂട്രോണിനെയും പുറന്തള്ളാൻ മേല, പക്ഷെ പ്രോട്ടോണിനെയും പുറത്ത് കളയാൻ മേല. പക്ഷെ അതിന് ഭയങ്കരമായിട്ട് എനർജി ഉണ്ട്, അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എനർജി ഇരിക്കുകയാണ് അതിന് ഭയങ്കരമായിട്ട്. സോ ആ എനർജീനെ അത് പുറത്താക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക. അതായത് ഹിയർ എമിറ്റ് എ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ഗാമ റേഡിയേഷൻസ് ആണ്. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് എ ഡേ സ്റ്റാർ കൊടുത്തേക്കുന്നത് കണ്ടോ, ഹൈ എനർജറ്റിക് ആണ്, അതുകൊണ്ടാണ് സ്റ്റാർ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ എനർജിനെ അതങ്ങ് പുറത്ത് കളഞ്ഞിട്ട് അത് ഒരു നോർമൽ ന്യൂക്ലിയ ആയിട്ട് മാറും ആൻഡ് എമിറ്റ് ഗാമ റേ എമിറ്റ് ചെയ്യും. ഈ ഗാമ റേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആട്ടോ, നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ലെഡിനെ ഒക്കെ തുളച്ച് കയറി പോകുന്ന സാധനമാണിത്. ഓക്കെ, സോ ദിസ് ഹാപ്പൻസ് ഇൻ ന്യൂക്ലിയ ദാറ്റ് ഹാവ് എക്സസ് എനർജിയുള്ള ന്യൂക്ലിയയിലാണ് ഗാമ റേ എമിഷൻ നടക്കുന്നത്. ഇനി ഫർദർ കണ്ടുപിടിച്ചത് ആക്ച്വലി ഇതിന്റെ സബ് ഡിവിഷൻസ് തന്നെയാണ്. ഒരെണ്ണം ഇലക്ട്രോൺ ക്യാപ്ചറും മറ്റേത് പോസിട്രോൺ എമീഷനും. ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നമുക്കറിയാം ഇലക്ട്രോണിനെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യുക? നമ്മുടെ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, കുറെ പ്രോട്ടോൺസ് ഉണ്ട്, ഇത്രയും പ്രോട്ടോൺസ് ഒന്നും എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ഇലക്ട്രോണിനെ ഇങ്ങ് പിടിച്ചെടുക്കും ന്യൂക്ലിയസ്. സോ ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജിനെ പിടിച്ചെടുക്കുമ്പം എന്ത് സംഭവിക്കും? അവിടെ ഒരു ന്യൂട്രോൺ ആയിട്ട് മാറും. പോസിറ്റീവ് നെഗറ്റീവ് കമ്പൈൻ ചെയ്ത് ന്യൂട്രോൺ ആയിട്ട് മാറും. മനസ്സിലായോ? അതായത് ഇവിടുത്തെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഇൻ ഇലക്ട്രോൺ ക്യാപ്ചർ എ പ്രോട്ടോൺ ചേഞ്ചസ് ഇൻ ടു എ ന്യൂട്രോൺ. പ്രോട്ടോൺ എന്തായിട്ട് മാറും? ഒരു ന്യൂട്രോൺ ആയിട്ട് മാറും. ഓക്കെ അല്ലേ? സോ ഇവിടുത്തെ ട്രാൻസ്ഫർമേഷൻ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഇസഡ് എ ഓൾറെഡി ഉണ്ട്, അത് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഒന്ന് കുറയും. ഒരു ഇലക്ട്രോണെ പിടിച്ചെടുക്കുകയല്ലേ, ന്യൂട്രോൺ എന്തായിട്ട് മാറി? പ്രോട്ടോൺ ആയി. സോ അറ്റോമിക് നമ്പർ എന്ത് സംഭവിക്കും? ഒരെണ്ണം കുറയും, Z-1 ആകും. പക്ഷേ മാസ് നമ്പർ റിമൈൻസ് ദ സെയിം. അപ്പൊ നമുക്കത് വേറൊരു എലമെന്റ് ആയിട്ട് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ശ്രദ്ധിച്ചോളൂ, XZA പ്ലസ് E മൈനസ് ഗീവ്സ് YZ-1A. മനസ്സിലായി? അറ്റോമിക് നമ്പർ 1 കുറയും. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇൻ ന്യൂക്ലിയൈ ഹാവിംഗ് എ ലാർജ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പോസിട്രോൺ എമിഷൻ. പോസിട്രോൺ എമിഷൻ മീൻസ് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസിനെയാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. നെഗറ്റീവ്ലി ചാർജ് അല്ല, പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസിനെയാണ് പോസിട്രോൺസ് എന്ന് പറയുന്നത്. സോ ഈ കേസിൽ ഒരു പോസിട്രോണിനെയാണ് എമിറ്റ് ചെയ്യുന്നത്. അതായത് ചില സമയം പ്രോട്ടോണിന്റെ എണ്ണം ന്യൂക്ലിയസിൽ കൂടുതലാണെങ്കിൽ അതിന് അവിടെ ആ പ്രോട്ടോൺ എന്തായിട്ട് മാറും? ഒരു ന്യൂട്രോൺ ആയിട്ട് ചേഞ്ച് ചെയ്യും. സോ പ്രോട്ടോൺ ന്യൂട്രോൺ ആയിട്ട് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എമിറ്റ് ചെയ്യുന്നത് പോസിട്രോൺ ആണ്. ഈ പ്ലസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഈ പ്ലസ് ആയിട്ട് എമിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇസഡ് ഒരു പ്രോട്ടോൺ അങ്ങ് പോയില്ലേ. സോ അറ്റോമിക് നമ്പർ എന്ത് സംഭവിക്കും? ഒരെണ്ണം കുറയും. അറ്റോമിക് നമ്പർ 1 കുറയുന്നതുകൊണ്ട് തന്നെ അത് വേറൊരു എലമെന്റ് ആണ്. പക്ഷെ പ്രോട്ടോൺ ചേഞ്ച് ചെയ്താലും ന്യൂട്രോൺ ആയിട്ട് മാറുന്നത് കൊണ്ട് മാസ് നമ്പറിൽ വ്യത്യാസമൊന്നും വരത്തില്ല. മാസ് നമ്പർ വിൽ റിമൈൻസ് ദ സെയിം. കണ്ടോ? ദിസ് ഹാപ്പൻസ് ഇൻ ന്യൂക്ലിയൈ ഹാവിംഗ് എ ലാർജ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോ ഇതാണ് 5DK സീരീസ്. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിച്ചിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇത് ഞാൻ ഇനിയിപ്പോൾ അടുത്ത കുറെ ക്ലാസ് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ആൽഫ ഡി കെ. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ആൽഫ ഡി കെ? ബീറ്റ ഡി കെ ഉണ്ടായി, അപ്പൊ പേരന്റ് ന്യൂക്ലിയ ഏതായിരുന്നു, ഡോട്ടർ ന്യൂക്ലിയ ഏതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പം നമുക്ക് പെട്ടെന്ന് കത്തണം. ബീറ്റ എമീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ എമീഷൻ ആണ്. അതായത് അവിടെ സംഭവിക്കുന്നത് ന്യൂട്രോൺ ചേഞ്ചസ് ടു എ പ്രോട്ടോൺ. അറ്റോമിക് നമ്പറിൽ ഒരു നമ്പർ കൂടുകയാണ് ചെയ്യുന്നത്, ബട്ട് മാസ് നമ്പർ റിമൈൻസ് ദ സെയിം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു DK സീരീസ്
ഏതൊക്കെ series are different type of decays and what happens in the decay and the transformation equations. You have to remember these transformation equations, and it is a curiosity to learn the reason behind the radioactive decay. So അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? If you have any doubt, you can ask me personally through my Gmail. Okay? So ഇതൊക്കെ നമ്മൾ പഠിച്ചു. സോ കാര്യങ്ങളെല്ലാം പഠിച്ചു, സെറ്റാക്കി. അതുകൊണ്ട് എന്താ പ്രയോജനം? ആ പ്രയോജനം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് ഒരു കുട്ടി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഈസ് ദി ഹീലിയം ഐസോടോപ്പ് He26 ഈസ് അൺസ്റ്റേബിൾ. വാട്ട് കൈൻഡ് ഓഫ് ഡീകേ വുഡ് യു എക്സ്പെക്ട് ഇറ്റ് ടു അണ്ടർഗോ? സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹീലിയം ഐസോടോപ്പ് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഹീലിയം ഐസോടോപ്പ് ഏതാണ് തന്നേക്കുന്നത്? He26. ഈ 26 ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് എന്ത് ഡീകേ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഹീലിയം ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോണും എത്ര ന്യൂട്രോണും ഉണ്ടെന്ന് നോക്കാം. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ എത്ര? 2 അല്ലേ? 2. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് is equal to mass number എത്രയാ? 6. Mass number minus number of protons gives the number of neutrons which is equal to 4. Okay, so helium 26 പ്രോട്ടോൺ എണ്ണം 2 ആണ്, ന്യൂട്രോണിന്റെ എണ്ണം 4 ആണ്. നമുക്കറിയാം സാധാരണ ഒരു സ്റ്റേബിൾ ന്യൂക്ലിയൈ ഹീലിയം ന്യൂക്ലിയൈ എന്ന് പറയുന്നത് He24 ആണ് അല്ലെ? സോ He24 എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നോക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് is equal to 2 and number of neutrons is equal to 4 minus 2 which is equal to 2. കണ്ടോ? ഇത്രയാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹീലിയം ഐസോടോപ്പിലുള്ള ന്യൂട്രോണിന്റെ എണ്ണം. അപ്പൊ ഇത് രണ്ടുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ന്യൂട്രോണിന്റെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ്. So this nuclei have a greater number of neutrons. For in order to attain stability, it has to eject radiations from the nuclei. അപ്പൊ അത് ഏത് റേഡിയേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രോൺ അല്ലേ ഇവിടെ കൂടുതലുള്ളത്? ന്യൂട്രോൺ കൂടുതലാണെങ്കിൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് ഡീകേ ആണ് നടക്കുന്നത്? അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് നോക്കാം. ഇവിടെ നോക്കിയേ, ന്യൂട്രോണിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ഡീകേ ആണ് നടക്കുന്നത്? ബീറ്റ ഡീകേ ആണ് നടക്കുന്നത്. ബീറ്റ ഡീകേയിൽ എന്ത് സംഭവിക്കുകയാണ്? എ ന്യൂട്രോൺ ചേഞ്ചസ് ഇൻടു എ പ്രോട്ടോൺ. ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറും, ഇലക്ട്രോണിനെ പുറത്ത് കളയും. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കാം കേട്ടോ, റിയാക്ഷൻസ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ എലമെന്റ് ഏതായിരുന്നു? He26 ചേഞ്ചസ് ടു, ന്യൂട്രോണിന്റെ എണ്ണം കൂടുതലാണ്. സോ ന്യൂട്രോൺ ചേഞ്ചസ് ടു എ പ്രോട്ടോൺ. ന്യൂട്രോൺ ചേഞ്ചസ് ടു എ പ്രോട്ടോൺ സ്വാഭാവികമായിട്ടും പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ടാണ് മാറുന്നത്. അപ്പൊ ന്യൂക്ലിയസ് എന്താ ഇജക്ട് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യും. സോ ഇലക്ട്രോണിനെ ഇജക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറ്റോമിക് നമ്പർ ഒരു ഇലക്ട്രോൺ കൂടി. സോ അറ്റോമിക് നമ്പർ എന്ത് സംഭവിക്കും? ഒരെണ്ണം ഇൻക്രീസ് ചെയ്യും. സോ അറ്റോമിക് നമ്പർ എന്ത് വരും? 3 വരും. ബട്ട് മാസ് നമ്പർ വിൽ റിമൈൻസ് ദ സെയിം. മാസ് നമ്പർ സെയിം ആയിരിക്കും. അപ്പൊ അറ്റോമിക് നമ്പർ 3 വരുന്ന എലമെന്റ് ഏതാ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ലിഥിയം അല്ലേ? സോ ഈ എലമെന്റ് എന്ന് പറയുന്നത് ലിഥിയം ആണ്. ഇവിടെ ഇലക്ട്രോണിനെയാണ് ഇജക്ട് ചെയ്തത്. സോ ദിസ് He26 unstable nuclei undergo beta decay to attain stability. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇപ്പൊ മനസ്സിലായോ നമ്മൾ ആ പഠിച്ച ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഒക്കെ ബെനിഫിറ്റ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്? ഒരു ന്യൂക്ലിയൈ റേഡിയേഷൻസ് എമിറ്റ് ചെയ്താൽ അതിന്റെ ഡോട്ടർ ന്യൂക്ലിയൈ ഏതാന്ന് അറിയാൻ പറ്റും. ഇനി അതല്ല, ഒരു ഡോട്ടർ ന്യൂക്ലിയൈ ഉണ്ടായി അത് ഇന്ന റേഡിയേഷൻ എമിറ്റ് ചെയ്തത്, അപ്പൊ നമുക്ക് അതിന്റെ പേരന്റ് ന്യൂക്ലിയൈ ഏതാന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ റേഡിയോ ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ടേബിൾ. ഈ ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. So with this lecture we discusses about radioactivity, natural radioactivity and artificial radioactivity. Who discovered radioactivity? Henry Becquerel accidentally discovered radioactivity. And then the different type of radiations, alpha, beta, gamma, they are deflecting nature in a magnetic field.
and alpha decay is alpha particle is equivalent to a helium nucleus, beta is equivalent to a electron, and gamma is equivalent to a highly energetic radiation, photons. And then the penetrating power of alpha, beta, gamma radiations. And then we come across the decay series, 5 decay series: alpha decay, beta decay, gamma decay, then electron capture and positron emission. And we discussed about the transformation equation, and also we discussed about the reason behind the uh, emission of radiation. And then finally we have done one problem related to the topic. And I select concept of modern physics Arthur Basier for all these discussions. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Sina G. Thank you.